ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. തൊണ്ടവേദന ചുമയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കർക്കിടക സംക്രാന്തിയാണേ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് താമസിച്ചു എഴുന്നേക്കാൻ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നു, ജനലൊക്കെ തുറന്നു കേട്ടോ. കാലാവസ്ഥ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണേ. ഇന്ന് നമുക്ക് വീട്ടിൽ നല്ല പണിയുണ്ട് കേട്ടോ. ഫുള്ള് ക്ലീനിങ്ങും അടിച്ചുവാരൽ, കഴുകൽ, പെറുക്കൽ, അങ്ങനെ ഒത്തിരി പണികളുണ്ട് കേട്ടോ ഇന്നേ. അപ്പോൾ എഴുന്നേറ്റു വന്നു, കുറച്ച് വെള്ളം എടുത്ത് മുഖമൊക്കെ ഒന്ന് കഴുകാമെന്ന് വെച്ചു. മുഖമൊക്കെ ഒന്ന് കഴുകിയേ. രാവിലെ ആ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മുഖമൊക്കെ ഒന്ന് കഴുകി. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് പല്ല് തേപ്പും ബാക്കി പരിപാടികളൊക്കെ. അങ്ങനെ രാവിലത്തെ ക്ലീനിങ് വർക്കുകളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിന് മുന്നേ തന്നെ ചായ വെച്ചു, പിന്നെ ചോറും കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. ഞാനേ ഈ റബ്ബർ ബാൻഡ് സൂക്ഷിച്ച് വെക്കുന്നത് ഇങ്ങനെ കേട്ടോ. ഇത് നമ്മുടെ ഈ മുറിവൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന ഒരു ടേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഇതാട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ റബ്ബർ ബാൻഡെല്ലാം കോർത്തെടുത്ത് വയ്ക്കും കേട്ടോ. ക്ലീനിങ് പരിപാടിയിലാണേ. അപ്പം തപ്പിപ്പറി കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ഒരു ടിന്നിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അത് നമ്മുടെ വണ്ടിയിലിരുന്ന ഗണപതി ഇതുമാണ് കേട്ടോ. ഗണപതി ഈശോയുടെ ഇതാട്ടോ. ഇത് നമ്മുടെ ഒരു സജിച്ചേട്ടൻ്റെ കൊന്തയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഭദ്രമായി മാറ്റി വെച്ചു. ഇത് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സാണ് കേട്ടോ. നമ്മുടെ ബെറ്റാഡിൻ ലോഷനുണ്ട്, പിന്നെ മുറിവ് പറ്റിയ അതിന് മുറിവിനുള്ള മരുന്ന്, അത് കെട്ടാനുള്ള തുണി, പഞ്ഞി, സകലമാന സാമഗ്രികളും ഉണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഒരു ബോക്സിലിട്ട് അടച്ചങ്ങ് വയ്ക്കുക. അപ്പം മുറിവോ എന്തെങ്കിലും, എനിക്ക് വെരിക്കോസ് വന്ന് മുറിഞ്ഞിട്ടുള്ളതുകൊണ്ട് പിന്നെ ഇതൊക്കെ എപ്പോഴും ഇവിടെ വേണം. നമ്മുടെ മുറിവ് കെട്ടാനുള്ള പഞ്ഞിയാണ് കേട്ടോ. നമ്മളിതെല്ലാം കൂടെ ഒതുക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ മുറിവ് കഴുകാൻ വേണ്ടി മേടിക്കുന്നതാണ്, സലൈനെ. ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ബോക്സ്. എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതാണ്. എന്തൊക്കെ സാധനങ്ങളാണ് ചാടി വരുന്നതെന്ന് നോക്കി. നമുക്കിനി ഈ ഡപ്പിയൊന്ന്, ആ ബോക്സൊന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് അടുക്കി ഒതുക്കി വയ്ക്കാം. എന്നിട്ട് ചൂടുകുരുവിൻ്റെ പൗഡർ, പിന്നെ ഒരു NVയുടെ സ്പ്രേ, കുട്ടിക്കൂറയുടെ ഒരു പൗഡർ, അത് തീർന്നു കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ളതുകൊണ്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു യാഡ്ലിയുടെ പൗഡർ, ഒരു യാഡ്ലിയുടെ ഡിയോഡ്രൻറ്റ്, പിന്നെ 2 ലിപ് ബാം. അതിലൊരു ലിപ് ബാം തീർന്നതാണ്. തീർന്നാലും ഇങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കുക. അതിനകത്ത് കുറച്ചുകൂടി ഉണ്ട്. പിന്നെ ഒരു ചാന്തുണ്ട്. ഇത് മറ്റേ വൈറ്റ് ടോണിൻ്റെ ഒരു ക്രീം, ഇതൊരു സൺസ്ക്രീന്, പിന്നെ നമ്മുടെ പാരഷൂട്ടിൻ്റെ ജാസ്മിൻ ഓയിൽ. ഇതൊന്നും യൂസില്ല, എങ്ങോട്ടേലൊക്കെ പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് വാരി തേക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാം തന്നെ നല്ല സ്റ്റോക്കുണ്ട്. പിന്നെ എൻ്റെ പൊട്ട്, ഇത് മസ്റ്റാണ് കേട്ടോ. എനിക്കെപ്പോഴും പൊട്ട് വേണം. ഇത് നമ്മുടെ സെറ്റിപ്പിന്ന്, പിന്നെ ചെവിത്തോണ്ടി. സെറ്റിപ്പിന്ന് അതിപ്പോൾ ഈ വീട്ടിലെന്നല്ല, നമ്മൾ ഒട്ടുമിക്ക എല്ലാ വീട്ടിലും നോക്കിയാൽ കാണില്ലാത്തൊരു സാധനമാണ് ഈ പിന്ന്. അതുകൊണ്ട് ഞാനിതോ ഇങ്ങനെ, അത് ഞാൻ എന്തോ ഒരു മാലയോ എന്തോ ഒരു സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച ഒരു കുഞ്ഞ് ബോക്സാണ്. അതിനുള്ളിലാണ് ഞാൻ ഈ പിന്നെല്ലാം ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നോളും. പിന്നെ എൻ്റെ ക്ലിപ്പ്, സ്ലൈഡ് ഉള്ള കിടുമതികളെല്ലാം ഉണ്ട്. പിന്നെ കണ്ണെഴുതാൻ ഡാസ്ലറിൻ്റെ ഒരു പെൻസിൽ പോലത്തെ ഇതാണ്, കാജോള്. അത് തന്നെ ഇത് വെച്ചാണ് ഞാൻ കണ്ണെഴുതുന്നത്. ഒക്കെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴാട്ടോ കണ്ണൊക്കെ എഴുതത്തുള്ളേ. പിന്നെന്താ, ഹിമാലയയുടെ ഒരു ഫേസ് വാഷ് ഉണ്ട്. പിന്നെ നെയിൽ കട്ടർ, നഖം വെട്ടി. 2 ഉണ്ടായിരുന്നു, ഒരെണ്ണം കണ്ടില്ല. പിന്നെ ഡാസ്ലറിൻ്റെ തന്നെ ഒരു ഐലൈനറൊക്കെ ഉണ്ട് കേട്ടോ. ഐലൈനറൊക്കെ ഉള്ളതേ. ഞാനിതൊന്നും എഴുതാറില്ല കേട്ടോ. പിന്നെ കൺമഷി, ഇത് കുറച്ച് പഴയ കൺമഷിയാണ്, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എഴുതുമ്പോൾ കണ്ണ് നീറും കേട്ടോ. സെറ്റിപ്പിന് വേറെ കുറച്ച് സെറ്റിപ്പിനോടെ കിട്ടി. അപ്പോൾ ഞാൻ അതും കൂടെ ഈ ബോക്സിലേക്ക് ആക്കി കേട്ടോ. ആകുമ്പോൾ ഈ ബോക്സിലിരുന്നോളും, കാണാതെ പോകത്തില്ല. പിന്നെ
നമ്മുടെ വണ്ടിയുടെ ഒരു സ്പെയർ കീയും ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് വയ്ക്കാൻ 2 ചീപ്പ്. അതിൽ ഈ പച്ച ചീപ്പ് കാണാതെ പോയപ്പോൾ പോയി മേടിച്ചതാണ് ആ ഓറഞ്ച് ചീപ്പ്. അങ്ങനെ ആ ബോക്സ് നമ്മൾ അടുക്കി പെറുക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ നൂല് പെട്ടി അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു കേട്ടോ. നൂല് പെട്ടി, മിഷ്യൻ ഓയിൽ എല്ലാം അടുക്കി വെച്ചു. ആ കൂട്ടിലുള്ളത് നമ്മുടെ ഇതാണ്, വെട്ട് തുണി കേട്ടോ. എല്ലാം കൂടെ കൂട്ടിലാക്കി വെച്ചേക്കും. ഇതുണ്ടോ, ആ മേശയിൽ നിന്ന് ഒഴിവാക്കിയ സാധനങ്ങളാണ് തറയിൽ ചെതറി കിടന്നത്. ഇനി നമുക്ക് നമ്മുടെ തയ്യൽ മെഷീനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കാം. ഇന്ന് മൊത്തം ക്ലീനിങ്ങും പരിപാടികളാണ് കേട്ടോ. തയ്യൽ മെഷീന് ഒക്കെ പൊടി കയറിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞൊരു ദിവസം തുടച്ചതാണ്, പിന്നെ തുടച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തയ്യൽ മെഷീൻ ഞാൻ അവിടെ ഇരുന്നോടത്തുനിന്ന് ഇച്ചിരി പുറത്തോട്ട് ഇറക്കിയെടുത്ത്. ഇവിടെ നമുക്ക് നല്ല സൗകര്യമായിട്ട് തുടയ്ക്കാം. മെഷീനേൽ ഒരു നൂലിരിപ്പുണ്ടായിരുന്നേ. അത് വെറുതെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാനതങ്ങ് അഴിച്ചെടുത്തിട്ട് നമ്മുടെ നൂല് പെട്ടിക്കകത്തിട്ട് വെച്ചു കേട്ടോ. ഇനി മെഷീനിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറേ ആയിരുന്നു കേട്ടോ. അപ്പോൾ മെഷീനകത്ത് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മെഷീനിൽ നമ്മൾ ഓയിലൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ടി വി നമ്മളവിടെ ഇരുന്നിടത്തുനിന്ന് എടുത്ത് താഴെ വെച്ചു കേട്ടോ. തുടയ്ക്കാൻ വേണ്ടി എടുത്താണ്, നിറച്ച് പൊടിയൊക്കെയാണ്. ടി വിയൊക്കെ എടുത്ത് താഴെ വെച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ട് വീണ്ടും ഇരുന്നിടത്ത് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. ടി വിയൊക്കെ മേലെ തന്നെ എടുത്ത് വെച്ചു. ടി വി സെറ്റ് ബോക്സോ ഒക്കെ തുടച്ചു കേട്ടോ. ഇതൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ രാവിലത്തെ നല്ല കാലാവസ്ഥയൊക്കെ മാറി, മഴ പെയ്യാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് മഴ തന്നെ ആയിരിക്കും, മഴയോട് മഴയാണേ. ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ മെഷീൻ ഇടുന്നത് കേട്ടോ. മെഷീൻ അവിടെ സെറ്റായിട്ട് ഇരുന്നോളൂ, ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മാറാലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തൂക്കാൻ വേണ്ടി ഞാൻ ചൂലൊക്കെ എടുത്തേ. അത് നല്ല പൊടിയായിരുന്നു എൻ്റെ മൂക്കിലോട്ട്. ശരിക്കും തുണി കെട്ടിയാൽ മതിയായിരുന്നു, അത് ഓർത്തില്ല. കൈ കൊണ്ട് മൂക്കങ്ങ് പൊത്തിപ്പിടിച്ചു. നിറച്ച് മാറാലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തൂത്ത് ചാടിച്ച് എടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ ജലദോഷവും കൂടിയാണേ, നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് മഴയ്ക്ക് ശക്തി കൂടി കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇന്ന് നമ്മുടെ പൈപ്പിൽ ഇതുവരെ വെള്ളം വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നിട്ട് നിന്ന് പോയതാണോ ഞാൻ അറിയാത്തതാണോ എന്നറിയില്ല. ഇതുവരെ വെള്ളം കിട്ടിയില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കൈ കഴുകാനോ കാല് കഴുകാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആ മഴവെള്ളം വീഴുന്നിടത്തേക്ക് ഒരു ബക്കറ്റ് അങ്ങ് എടുത്ത് വെച്ചേ. അല്ല, തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് മുറ്റത്തുള്ള പണിയൊന്നും നടക്കില്ല. മുറ്റത്ത് പിന്നെ വലിയ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല കേട്ടോ. വലിയ കരിയിലും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെ വൈകിട്ട് അടിച്ചിട്ടതാണേ. അപ്പം മഴ നല്ലോണം പെയ്യുന്നുണ്ട്, മഞ്ഞും ഉണ്ട് കേട്ടോ. മഴ തുടങ്ങിയിട്ട് ഏതാണ്ട് കുറേ നേരമായി കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തോർന്നു വരും, വീണ്ടും മഴ ശക്തിയായിട്ട് പെയ്യും. ഇത് തന്നെയായിരുന്നു കേട്ടോ. നമുക്കിനി പുറത്തിറങ്ങി ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയലക്കുണ്ട്. പിന്നെ ഞാൻ പാത്രം കഴുകുന്ന പുറത്ത് കൊണ്ടുവന്നിട്ടാണ്. അത് രണ്ടുമാണ് നമുക്ക് ഇന്നുള്ള പുറത്ത് മഴ നനയാതെ ചെയ്യാനുള്ള പണി. നമ്മുടെ റോസാ ചെടിയിൽ പുതിയ പൂവുണ്ടായി കേട്ടോ. മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുത്തത്. മഴ ഇങ്ങനെ ഒരു കയ്യും കണക്കുമില്ലാതെ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. വീണ്ടും മഴയ്ക്ക് ശക്തി കൂടി കേട്ടോ. മഴ നല്ല ശക്തിയായിട്ട് തന്നെ പെയ്യുന്നുണ്ടേ, നല്ല തണുപ്പും. പിന്നെ ഞാൻ കുറച്ച് നേരം മഴ കാണാൻ വേണ്ടിയിട്ട് ഇറയത്ത് വന്ന് ഊത്തിയിരുന്നു കേട്ടോ. ഒരാവശ്യമില്ല, വെറുതെ തണുപ്പടിക്കാനേ. ജലദോഷം കൂടെ ആണെന്ന് ഓർക്കണം കേട്ടോ. നല്ല മഴ പെയ്യുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. കാരണം അടിച്ചു വാരി പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് നേരം മഴവെള്ളത്തിൽ കളിച്ചു കുറച്ച് നേരം കേട്ടോ.
ഇത്തിരി നേരം ഇരുന്നുള്ളേ, തണുപ്പ് കാരണം ഞാൻ അകത്ത് കയറിപ്പോയി. ഇന്ന് നമ്മുടെ പുറം പണികളൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് മഴ ഇങ്ങനെ പെയ്ത് നമ്മൾ പണിമുടക്കായി. മഴ ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുവാണേ, എന്ത് ചെയ്യാനാ. അത് കഴിഞ്ഞ് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടു. ഇടയ്ക്ക് ഒരു തോർച്ച കിട്ടിയപ്പോൾ, എന്നാലും മഴയുണ്ടായിരുന്നു, ഞാൻ നനഞ്ഞു പോയി. നമ്മുടെ പാത്രങ്ങളും ഗ്ലാസും എല്ലാം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടു. അപ്പം വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പുറകുവശത്തെ ഇറയത്ത് വെച്ചേക്കുക. കൂടെ നിലവിളക്കും ഒക്കെ കഴുകി എടുത്തു കേട്ടോ. നിലവിളക്കും കാര്യങ്ങളൊക്കെ കഴുകിയെടുത്തു. പാത്രങ്ങളെല്ലാം കഴുകി. ഇതിനിടയ്ക്ക് ഞാൻ വൈകിട്ടത്തേനുള്ള കറി വെച്ചിട്ടില്ലായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ കറിയും കൂടെ വെച്ചു കേട്ടോ. കറി വയ്ക്കാൻ പോയി. കർക്കിടകം പഞ്ഞമാസം എന്നല്ലേ പറയണേ. ഇത് പഞ്ഞം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ അരിയൊക്കെ മേടിച്ചു കേട്ടോ. ജയരിയാണ് മേടിക്കുന്നത്. ഒരു മാസത്തേക്ക് നമ്മളൊരു 15 കിലോ അരി മേടിക്കും കേട്ടോ. ഈ ഗ്ലാസ്സിനാണ് നമ്മൾ അളന്നിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ ഒരു ബക്കറ്റിലിട്ട് അടച്ചു വയ്ക്കും. പിന്നെ ചായപ്പൊടി, പഞ്ചസാര, ഉപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി പപ്പടമുണ്ട്. ഇത് മസാലപ്പൊടികൾ കേട്ടോ. സാമ്പാർ പൊടിയുണ്ട്, ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല, സകല സാധനങ്ങളും അതിനകത്തുണ്ട് കേട്ടോ. ഇതെൻ്റെ മസാല ബോക്സാണ്. ഇതിനകത്ത് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഉലുവ, കടുക്. അപ്പോൾ നമ്മൾ കടുക് വറുക്കാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുറത്തിരുന്ന പാത്രത്തിലൊക്കെ വെള്ളം വലിഞ്ഞു കഴിഞ്ഞപ്പം ഞാനെടുത്ത് അകത്ത് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി ഇതെല്ലാം എടുത്ത് അകത്ത് കൊണ്ട് വെച്ചു. കഴിഞ്ഞ് നമ്മുടെ ബെഡ്റൂമൊക്കെ പോയി വൃത്തിയാക്കി വിരിയൊക്കെ നല്ല ക്ലീനാക്കി വിരിച്ചിട്ടു കേട്ടോ. ഫുള്ള് ഇവിടെയൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്തായിരുന്നേ. പിന്നെ ജനൽ കുറച്ച് നേരം തുറന്നിട്ടു. മഴ പെയ്യുന്നുണ്ട്, എന്നാലും നമുക്കിതിൻ്റെ ഉള്ളിലെ ആ കൂപ്പൽ മണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതി കുറച്ച് നേരം ജനൽ തുറന്ന് കിട്ടും. നമ്മുടെ അലമാരി ഇവിടെ ഒതുങ്ങിയിരിപ്പുണ്ട്, അതവിടെ ഒതുക്കി വെച്ചേക്കുവാണ്. ഇത് എൻ്റെ കുട്ടി ബാഗാണ് കേട്ടോ. ഈ ഒരു സഞ്ചിക്കകത്ത് ഫുള്ളും കുഞ്ഞു കുഞ്ഞു സഞ്ചികളാണ് കേട്ടോ, കവറുകളാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ കവർ എടുക്കാൻ വേണ്ടി അവിടെ വെച്ചാൽ. മഴയൊന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ നല്ലോണം തുണി നനച്ചിട്ട് അത് നല്ല പിഴിഞ്ഞിട്ട് തുടച്ചു കേട്ടോ. കാര്യമായിട്ട് ചെളിയൊന്നുമില്ല, പൊടി പടലങ്ങളും ഇതൊക്കെ ഉള്ളൂ. ഞാനൊന്ന് തുടച്ചു ഫുള്ളായിട്ട്. അടിച്ചു വാരിയതല്ലേ, അപ്പം തുടയ്ക്കാതെ കൂടി ഇരിക്കുന്നത് എങ്ങനെയാണെന്ന്. നാളെ 1-ാം തീയതിയൊക്കെ അല്ലേ, അതുകൊണ്ട് എല്ലായിടവും നല്ലോണം തുണിയൊക്കെ നനച്ച് തുടച്ചു. നമ്മുടെ മേശയും ഒക്കെ തുടച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അലക്കാനുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ എല്ലാം അലക്കി ഞാൻ അലക്കിൻ്റെ കൂടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടു. ഞാൻ കുളിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സന്ധ്യ ആയപ്പം നിലവിളക്കൊക്കെ തെളിച്ചു, വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.